ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്രുവദേവ് ചാനൽ. എൻ്റെ പേര് ആശ വിനീത്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. അതിനായിട്ട് 1 കിലോ ചിക്കൻ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണിത്. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായി തിരുമ്മി 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വയ്ക്കണം. അതിനുശേഷം ചിക്കൻ്റെ അതേ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. വേവിക്കാൻ വയ്ക്കുമ്പോൾ ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. അപ്പോൾ പെട്ടെന്ന് ചിക്കൻ വെന്ത് കിട്ടും. മാത്രമല്ല നമുക്ക് കവർ മൂടിയിട്ട് ഇതുപോലെ വേവിക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ തുറന്നിട്ട് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് അത് അടി പിടിച്ചു പോവും. 3/4 ഭാഗത്തോളം വേവിച്ചാൽ മതി. ഇതുപോലെ 3/4 ഭാഗത്തോളം വേവിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് സവാള ഇട്ട് വഴറ്റുമ്പോൾ അതിൽ വേവിക്കേണ്ടതാണ് ചിക്കൻ. പിന്നെ ഇതുപോലെ കുറച്ച് വെള്ളം നമുക്ക് ചിക്കൻ വേവിച്ച വെള്ളം അതിൽ തന്നെ വച്ചിരിക്കാം. കാരണം നമ്മൾ സവാള ചേർത്ത് വഴറ്റുമ്പോൾ ഗ്രേവിക്ക് ഇത് കുറച്ച് കട്ടി കിട്ടാനും അതുപോലെ സ്വാദ് കൂട്ടാനും ഇത് നല്ലതാണ്. ചിക്കൻ വേവിക്കാൻ വയ്ക്കുന്ന സമയം തന്നെ വേറെ അടുപ്പുണ്ടെങ്കിൽ നമുക്ക് സവാള അതിൽ വഴറ്റാം കേട്ടോ. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. അതിലോട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കണം. ഒരു 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കണം. ഒരു പച്ചമുളക് ചതച്ചത് ചേർക്കാം. ഇഞ്ചി ചെറിയ കഷ്ണം എന്ന് വെച്ചാൽ ഇത്രയുമാണ് ഇഞ്ചി. അത് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഈസി ആയിട്ട് നമുക്ക് ചെറുതായിട്ട് അരിയാൻ പറ്റും. ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ചെറുതായിട്ട് അരിയാൻ പറ്റും. ഈ ഇഞ്ചിയുടെ വെളുത്ത നിറമൊക്കെ മാറിയിട്ട് ഒരു ചെറിയ ചുവപ്പാകുന്നവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റണം. ഇത് ഹൈ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചിക്കൻ കറിക്ക് വേറൊരു സ്വാദായി പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു പച്ചമുളക് കൂടി ചേർക്കാം. പക്ഷെ നമ്മൾ ഓൾറെഡി കുരുമുളക് ചേർത്തിട്ടുണ്ട് ചിക്കൻ വേവിക്കുമ്പോൾ. പിന്നെ നമ്മളിനി മുളക് പൊടിയൊക്കെ ചേർക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നല്ല എരിവുണ്ടാവും. കുറച്ച് കറിവേപ്പില ചേർക്കാം. എന്നിട്ടൊന്ന് ഇതുപോലെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒപ്പം കറിവേപ്പില ഒന്ന് വഴറ്റുക ജസ്റ്റ്. ഇനി നമുക്ക് ഒരു 3 സവാള നന്നായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഈ സവാള വഴറ്റാനെടുക്കുന്ന സമയമാണ് ചിക്കൻ കറിക്ക് വേണ്ടുള്ളൂ. അല്ലെങ്കിൽ ബാക്കിയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. സവാള നന്നായിട്ട് വഴറ്റി തന്നെ വേണം കേട്ടോ. സമയം എടുത്ത് തന്നെ വഴറ്റണം. മടി കൂടാതെ അത് ചെയ്താൽ മാത്രമാണ് ചിക്കൻ കറിക്ക് സ്വാദ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് സവാള വഴറ്റി കിട്ടും. അതുപോലെ തന്നെ നല്ല നീളത്തിൽ നേരിയതായിട്ട് സവാള അരിഞ്ഞാൽ മതി. അപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് സവാള സാധാരണ എടുക്കുന്ന സമയത്ത് നിന്ന് കുറച്ച് പെട്ടെന്ന് നമുക്ക് സവാള വഴറ്റി കിട്ടും. ഇവിടെ സവാള പകുതി വഴറ്റിയിട്ടുണ്ട് ഞാൻ. ഇനി കുറച്ചും കൂടി ഒന്ന് വഴറ്റണം. എൻ്റെ ഒരു ന്യൂ സബ്സ്ക്രൈബർ പറഞ്ഞു, ശ്രീകുമാർ, പേര് ശ്രീകുമാർ, എന്നോട് പറഞ്ഞു ഒരു നല്ല അടിപൊളി ചിക്കൻ കറി റെസിപ്പി ഇടണം എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇടുകയാണ്. അപ്പോൾ ശ്രീകുമാർ ഹാപ്പിയായി കാണുമെന്ന് കരുതുന്നു. ശ്രീകുമാറിൻ്റെ വീട്ടിലെല്ലാവർക്കും ഇത് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അതിന് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ എനിക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ ശ്രീകുമാർ. സവാള നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണം. 2 ടീസ്പൂൺ ചുവന്ന മുളക്, സാധാരണ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർക്കുക. ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഇനി അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ വഴറ്റണം. അപ്പോൾ സവാളയായിട്ട് നന്നായിട്ട് യോജിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ പച്ചമണം മാറാണത് എങ്ങനെയാണെന്ന് അറിയില്ലാത്തവരാണെങ്കിൽ
ഇതുപോലെ ഒരു 4 മിനിറ്റ് നിർത്താതെ ഇതുപോലെ വഴറ്റുക. വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒട്ടും തീ കൂട്ടാതെ ഇതുപോലെ ഒരു 4 മിനിറ്റ് വഴറ്റിയെടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അതിൻ്റെ മണമൊക്കെ മാറി കിട്ടിക്കോളും. ഈ മസാല ഞാൻ എൻ്റെ ബീഫ് വളർത്തിയത് വീഡിയോയിലും അതുപോലെ തന്നെ ചിക്കൻ ഈസി റെസിപ്പിയിലും പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. സവാള ഇതുപോലെ മസാല ഇട്ട് വഴറ്റുന്ന സമയത്താണ് ആ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇത് കറക്റ്റ് ആയാൽ നമ്മുടെ ചിക്കൻ കറി സക്സസ് ആവും. അതുകൊണ്ട് തന്നെ വളരെ സമയമെടുത്തിട്ട് തന്നെ ഈ സവാള നന്നായിട്ട് ചുവന്ന് വഴറ്റുക. അതുപോലെ തന്നെ ഈ മസാല ചേർത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിൻ്റെ മസാലയുടെ മണമൊക്കെ മാറി നല്ല ഒരു മണം വരണ വരെ വഴറ്റുക. അപ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ല, നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിരിക്കും. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സവാളയിലൊക്കെ ആ മസാലയൊക്കെ പിടിച്ചിട്ട് ആ ഒരു ഈർപ്പം കൊണ്ടാണ് ഇത് വഴറ്റാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നിർത്താതെ വഴറ്റണം എന്ന് പറയുന്നത് പെട്ടെന്ന് ചിലപ്പോൾ അത് അടി പിടിച്ച് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നിർത്താതെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കാൻ പറയണത്. ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ വളരെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. വേവാനും മാത്രമല്ല മസാലയൊക്കെ നല്ല പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് കൂടാനും ചിക്കൻ വളരെ ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് നല്ലത്. ഈ എരിവ് വേണ്ടാത്തവർ, എരിവ് കുറച്ച് വേണ്ടവർ അതിനനുസരിച്ച് ചേർക്കണം കേട്ടോ. ഞാൻ 2 ടീസ്പൂൺ പറഞ്ഞെടുത്ത് 1 ടീസ്പൂൺ വെച്ച് ചേർത്താൽ മതി. ഇത് അത്യാവശ്യം എരിവുള്ളൂ ഇതിന്. പിന്നെ ചിലർക്ക് ഒട്ടും എരിവ് പാടില്ലാത്തവരുണ്ടാവും, അവരോടാണ് പറയുന്നത് 1 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് കുറച്ച് കൂട്ടി ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറയുന്ന ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതിയായിരിക്കും. ആദ്യം കുറച്ച് പൊടികൾ ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ട് തിരുമ്മി 1 മണിക്കൂർ വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഒരു നാരങ്ങ നീരും കൂടി ചേർക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഒരു അര നാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് 1 മണിക്കൂർ വയ്ക്കേണ്ടത്. 1-2 മണിക്കൂർ വെച്ചാൽ നന്നായിരിക്കും. ഈ ചിക്കൻ തലേ ദിവസം രാത്രി അതുപോലെ വേവിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ഇതുപോലെ വഴറ്റിയെടുത്താലും ചീത്തയൊന്നും ആവില്ല, വളരെ ടേസ്റ്റും ആയിരിക്കും. നന്നായിട്ട് എല്ലാം പിടിച്ചിരിക്കും അതിൽ. അപ്പോൾ നമുക്ക് ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. വളരെ ചെറുതായിട്ട് അരിഞ്ഞാൽ അത്രയും പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. ഈ വഴറ്റുന്ന സമയമാണ് ഈ ചിക്കൻ കറിക്ക് വേണ്ടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാം വളരെ നേരിയതായിട്ടും വളരെ ചെറുതായിട്ടും അരിയുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സവാള നേരിയതായിട്ട് അരിയുക, അതുപോലെ തന്നെ തക്കാളി പറ്റാവുന്നത്ര ചെറുതായിട്ട് അരിയുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ വഴറ്റുന്ന സമയം ലാഭിക്കാം. ഇത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. അടുത്ത് തന്നെ നിന്നിട്ട് ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും. തക്കാളി നന്നായിട്ട് വഴറ്റണം. തക്കാളി വഴറ്റാണ്ട് പെട്ടെന്ന് ചിക്കൻ ഇട്ടിട്ട് റെഡിയാക്കാൻ പറ്റില്ല കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഇത് നന്നായിട്ട് സവാള വഴറ്റിയ പോലെ തന്നെ ക്ഷമയോടെ തക്കാളിയും വഴറ്റണം. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആവിയായിട്ടുള്ള വെള്ളം ഉണ്ടാവുമല്ലോ, അത് അതിലോട്ട് തന്നെ ഒഴിച്ചാൽ മതി. അപ്പോൾ ഡ്രൈ ആവാതെ നമുക്ക് ആ മസാല കിട്ടും. ഇതുപോലെ നന്നായിട്ട് വഴറ്റണം. ഇത് നന്നായിട്ട് വഴറ്റി നല്ല പച്ചമണമൊക്കെ മാറി ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറി ഓക്കെ എന്ന അർത്ഥം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പുണ്ടോ എന്നൊക്കെ, കറക്റ്റ് ഉപ്പാണോ എന്നൊക്കെ. ഈ മസാല നല്ലതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറി എന്തായാലും ഉറപ്പായിട്ടും സക്സസ് ആവും.
പിന്നെ കുറച്ച് ഒരു എരിവൊക്കെ കൂടുതലായിരിക്കും ഈ മസാല നമ്മൾ നോക്കുമ്പോൾ. അത് കുഴപ്പമില്ല. ഈ ചിക്കനും കൂടി ഇട്ട് ആ ചിക്കനിലോട്ട് അത് ഇറങ്ങി കഴിയുമ്പോൾ ആ എരിവൊക്കെ കറക്റ്റാവും. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇവിടേക്ക് ചേർക്കാം. സൈഡിൽ ഇത് വേവിക്കാൻ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടി ചെയ്തെടുക്കാൻ പറ്റും. ചിക്കനിലോട്ട് നന്നായിട്ട് ഈ മസാല യോജിപ്പിക്കണം. ഇതുപോലെ പതുക്കെ നന്നായിട്ട് ഇളക്കുക. ഈ ചിക്കൻ കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ട് ചിക്കൻ ഒരു സൈഡിൽ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. അടുത്ത സൈഡിൽ അതിനുള്ള സവാളയും തക്കാളിയൊക്കെ അരിയുക. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് സൈഡിൽ സവാള വഴറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചിക്കൻ വേവുമ്പോഴേക്കും ഈ സവാള വഴറ്റിലും കഴിയും. ഇതെടുത്തിട്ട് പെട്ടെന്ന് ചേർത്താൽ മതി. അങ്ങനെ പെട്ടെന്ന് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ആ സവാള വഴറ്റണതും പൊടികൾ ചേർക്കുന്ന സമയം മാത്രമേ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ഇത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഒരു 3 മിനിറ്റ് ചെറു തീയിലിട്ടിട്ട് ഒന്ന് വേവിക്കണം. അപ്പോൾ അത് നന്നായിട്ട് ആ മസാലയൊക്കെ ചിക്കനിലോട്ട് പിടിച്ചോളും. ഇടയ്ക്ക് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കനിലോട്ട് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ചിക്കൻ കറിയിൽ ഗ്രേവി അത്ര ആവശ്യമില്ലാത്തവർക്ക് ഈ സമയം ചിക്കൻ കറി ഉപയോഗിക്കാം. അതല്ല കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുള്ളവർക്ക് നമുക്ക് കുറച്ച് ചൂടായ വെള്ളം ഇതിലോട്ട് ഒഴിക്കണം. തിളച്ച് ചൂടായ വെള്ളം ഇതിലോട്ട് ഒഴിക്കുക. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. കാരണം ചിക്കൻ നന്നായിട്ട് വെന്ത് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴായാലും ചൂടായിട്ടിരിക്കുമ്പോൾ ചൂടായിട്ടുള്ള വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. ആ കറിയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് ചിക്കനായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒരു 2 മിനിറ്റും കൂടി അടച്ചിട്ടിട്ട് ചെറു തീ തന്നെ വേവിക്കണം. 2 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് കൂടി ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ചിടാം. അതിൻ്റെ ഒരു മണവും രുചിയൊക്കെ ഒന്ന് വർദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ നല്ല പച്ച കറിവേപ്പില വിതറുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി, സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കരുതണു. ഈ ചിക്കൻ കറി കാണുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുന്നു കരുതണു. നിങ്ങൾ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നീ എന്ത് ഇങ്ങനെ മാറ്റിക്കൊണ്ടുപോയത്? ഞാൻ തന്നെ ചെയ്തോളാം പിള്ളേരുടെ. ഇത് ഞാനിങ്ങനെ ഒരിക്കലും